ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് ആൻഡ് എനർജിയാണ്. അപ്പം ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ ഫുൾ കവർ ചെയ്യുകയാണ്. ഒറ്റ വീഡിയോയിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ചോദിക്കാൻ ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയുള്ള ക്ലാസ്സിന് വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. വർക്ക് ആൻഡ് എനർജി വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ പറയുന്നത് ഫിസിക്സ് പരമായിട്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറേ കാര്യങ്ങളും അതിൽ വർക്ക് എന്താണെന്നും എനർജി എന്താണെന്നും അതിനെപ്പറ്റിയുള്ള കുറച്ച് ചെറിയ ചെറിയ ഇക്വേഷൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇവിടെ ഒരു ഡാമിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ഡാമിലേക്ക് നോക്കി രണ്ട് കുട്ടികൾ അവരുടെ സംശയം ചോദിക്കുകയാണ്. എന്താണ് സംശയം? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് യൂസിങ് ദിസ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദി ഡാം. അപ്പോൾ ഈ ഡാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ജലം ഉപയോഗിച്ചിട്ടാണ് വളരെയധികം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാമിൽ കെട്ടി നിർത്തിയേക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം. അപ്പം അതെങ്ങനെയാണെന്നാണ് അടുത്ത കുട്ടി ചോദിച്ചേക്കുന്നത്. ഹൗ ഡസ് ദിസ് വാട്ടർ ഗെറ്റ് സോ മച്ച് എനർജി? എങ്ങനെയാണ് ഈ വാട്ടറിൽ നിന്ന് ഇത്രയധികം എനർജി കിട്ടുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഡാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെന്ന് അറിയാം. എങ്ങനെയാണ് ഈ വെള്ളത്തിൽ നിന്ന് ഇത്രയധികം എനർജി നമുക്ക് ലഭിക്കുന്നത്? ഈ ഒരു സംശയം ഇപ്പം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം, നേരത്തെയും തോന്നിയിട്ടുണ്ടാവാം. ഇതിനുള്ള റീസൺ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ കുറേ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ ഒരു ചുമട്ട് തൊഴിലാളി, അദ്ദേഹം സാധനം തലയിൽ ചുമന്നുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ് ഏണിയിലൂടെ. അപ്പോൾ അവിടെ അദ്ദേഹം ലോഡ് ചുമന്ന് ആ ലോറിയിലേക്ക് കയറ്റുകയാണ്. അടുത്തത് ഒരാൾ വലിയൊരു വലിയൊരു പാറ തള്ളാൻ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ ഫിഗറിൽ ഒരാൾ കുറേ സാധനങ്ങളൊക്കെ ട്രോളിയിലിട്ടുകൊണ്ട് അത് തള്ളുകയാണ്. അടുത്ത ഫിഗറിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കുറേ ലോഡുകൾ ചുമന്നുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. തലയെ വെച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ നടക്കുന്നൊന്നുമില്ല, നിൽക്കുകയാണ്. ഇവിടെ ഓരോ പൊസിഷനും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. എങ്കിലും നമുക്ക് ഇതിനകത്തെ കാര്യങ്ങൾ എന്തിനാണ് ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. നോക്കിക്കേ. ഫസ്റ്റ് സിറ്റുവേഷൻ കൊടുത്തേക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട 4 ഫിഗറുകൾ തന്നെയാണ്. നോക്കി. ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറിയിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പം അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആ കൊണ്ടുപോകുന്ന ലോഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. തലയിൽ ചുമന്നുകൊണ്ട് ലോറിയിലേക്ക് സാധനങ്ങൾ, ആ സ്റ്റെപ്പ് വഴി ലോറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടിടുകയാണ്. അപ്പം നമ്മൾ എവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? തലയിലിരിക്കുന്ന ആ ലോഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പിന്നുള്ളത് ഈസ് ദെയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ്. നമ്മൾ ഒരു തലയിലല്ലേ സാധനങ്ങൾ, ആ ഒരു തലയിലിരിക്കുന്ന ഒബ്ജക്റ്റിന് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, തല കൊണ്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? നമ്മൾ ആദ്യം താഴെ നിന്നേത്, പിന്നെ ആ സാധനം കൊണ്ട് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ അത് മേളിലായി. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവിടെ എസ് ആണ് ആൻസർ വരുന്നത്. അടുത്തായിട്ട് ഈസ് ദെയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന അതേ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണോ? നമ്മൾ ലോഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, തല കൊണ്ട് മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അറിയാമല്ലോ, തലയിലൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ തല കൊണ്ട് നമ്മൾ മുകളിലേക്കായിരിക്കും അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നത്. പിന്നെന്താണ്? ആ സ്റ്റെപ്പ് കയറുമ്പം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? മുകളിലേക്കാണ് ഉണ്ടാവുന്നത്. അപ്പം ഫോഴ്സ് കൊടുക്കുന്നതായാലും ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും സെയിം ഡയറക്ഷൻ ആയിരുന്നു ഇല്ലേ? അപ്പോൾ അവിടെ എസ് ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തത് ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. വലിയൊരു റോക്ക് പുഷ് ചെയ്യുകയാണ്, തള്ളാൻ ശ്രമിക്കുകയാണ്. വലിയൊരു റോക്ക് എന്തായാലും അത് അനങ്ങത്തില്ല. നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ എല്ലാ ഫോഴ്സും കൊടുത്ത് അത് തള്ളാവുന്നതേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും അനക്കം, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, നോയാണ്. പക്ഷേ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ? യെസ് ഉണ്ട്. പക്ഷെ അത് എവിടെയാണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്? ആ ഒരു റോക്കിലാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്.
അപ്പം ഫോഴ്സ് എവിടെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഉണ്ടാവത്തില്ല. കാരണം അതിന് അനക്കം ഉണ്ടാവത്തില്ല, അത്രയും വലിയ റോക്കല്ലേ. പിന്നെന്താണ് അതേ ഡയറക്ഷൻ തന്നെയാണോ ഫോഴ്സ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ രണ്ടും അവിടെ നോയാണ് ആൻസർ വരുന്നത്. പിന്നെന്താണ് എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നത് അത് നമുക്കറിയാവുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അവിടെ പടം നോക്കിയാലും അറിയാം, അവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആ ട്രോളിയിലാണ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? യെസ് ഉണ്ട്. കാരണം ട്രോളി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുമല്ലേ. പിന്നെന്താണ് നമ്മൾ അങ്ങോട്ടാണ്, ഇപ്പം ഞാൻ പറയാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു തെക്കോട്ടാണ് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നതെന്ന് വെച്ചോ. തെക്കോട്ടാണ് നീക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ട്രോളി നീങ്ങുന്നത് തെക്കോട്ടാണ്, ഫോഴ്സും കൊടുക്കുന്നത് തെക്കോട്ടാണ്. അപ്പോൾ ആ സെയിം ഡയറക്ഷൻ അല്ലേ. അപ്പം അത് കൊടുത്ത ആ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ കോളം എസ് ആയിട്ടാണ് വരുന്നത്. നാലാമത്തെ ആയിട്ട് എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കുറേ ലോഡായിട്ട് നിൽക്കുകയാണ്. സ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്, നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചോദിച്ചേക്കുന്നത് ഏതിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്? ലോഡിലാണ്. എന്തായാലും തല കൊണ്ടൊരു ലോഡ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, തലയെ ചുമന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു തല നിർത്താനായിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ലോഡിലാണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും ആ ലോഡിന് അനക്കം ഉണ്ടാവുന്നുണ്ടോ? അതിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവുന്നില്ല. നോ, അവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നോയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല പിന്നെ അതിൻ്റെ അതേ ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതെന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അവിടെ രണ്ടും നോയാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്ത് അതേ ഡയറക്ഷനിലും അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ആൻസറും അവിടെ നോയല്ലേ വരുന്നത്. അത്ര ഓക്കെ അല്ലയോ? ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ്. ഓക്കെ, വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. വർക്ക് നടന്നു എന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു വസ്തുവിൽ ഫോഴ്സ് കൊടുത്തു, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിൽ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴാണ് വർക്ക് നടന്നു എന്ന് പറയുന്നത്? നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പം ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾ കൊടുത്ത അതേ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വരും. ഇത് റിലേറ്റഡ് ഈ എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എക്സാമ്പിൾ നിന്നിട്ട് ഇതിലെവിടേക്കാണ് വർക്ക് നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പം വർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. നേരത്തെ ആ എക്സാമ്പിൾ, ആ ടേബിൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അതിലേതൊക്കെയാണ് വർക്ക് നടന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ആദ്യത്തെ ഫിഗറിൽ ഒരാൾ തലയിൽ ചുമടുമായിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുക അല്ലേ. അയാൾ വെച്ചേക്കുന്ന വസ്തു തലയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ തല കൊണ്ടൊരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട് അതിന് താങ്ങായിട്ട്. അപ്പം അയാൾ നടക്കുന്നതും മുകളിലേക്കാണ് ആ വസ്തു കൊണ്ട്. അപ്പോൾ വസ്തുവിന് ഫോഴ്സ് കൊടുക്കുന്നതും മുകളിലേക്കാണ്. ആ ഒരു വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട് തന്നെയാണ്, ആ മുകളിലേക്കാണ്. എന്തുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്, അങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതൊരു വസ്തുവും നമ്മൾ ചുമന്നുകൊണ്ട് നേരെ നടക്കുകയോ ഒന്നും ആണെങ്കിലല്ല, മുകളിലേക്ക് തന്നെ ആണെങ്കിൽ മാത്രം അവിടെ എന്താണ് ഒരേ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫോഴ്സ് കൊടുത്തേക്കുന്നത് ഒരേ ഡയറക്ഷനിലാണ്, അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ വർക്ക് നടന്നിട്ടുണ്ടെന്ന് പറയാം. അടുത്തതിൽ നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ, പക്ഷേ ആ ഒരു പാറക്കല്ലിന് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അവിടെ വർക്ക് നടന്നിട്ടില്ല. ഇനി അടുത്ത ഫിഗറിൽ ആ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, അവിടെ നമ്മൾ ട്രോളി അറിയാമല്ലോ, നിങ്ങളെല്ലാം ഉരുട്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിലേക്കാണ് ട്രോളി പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും വർക്ക് നടന്നിട്ടുണ്ട്. അടുത്ത ഫിഗറിൽ ഫോഴ്സ് കൊടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് ചുമട്. അദ്ദേഹം ഫോഴ്സ് കൊടുത്ത് തലയിൽ ചുമട് വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. ആ ഒരു വസ്തുവിന് ആ ഒരു ചുമടിന് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ അവിടെ വർക്ക് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഫിഗർ എയും സിയും ആണ് ഇവിടെ വർക്ക് നടന്നിട്ടുള്ള ഫിഗേഴ്സ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് നടക്കണം എന്നില്ല. ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. വർക്ക് എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും.
അടുത്ത് നോക്കി നിങ്ങളുടെ പുസ്തകത്തിൽ ഇവിടെ 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ സിറ്റുവേഷനിൽ ഒരു നേഴ്സ് വീൽ ചെയറിലിരുത്തി ഒരാളെ, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരാളെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് തന്നെ ആ വീൽ ചെയർ മൂവ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും ഇല്ലേ. അതേസമയം അതേ സിറ്റുവേഷൻ തന്നെ, പക്ഷേ വെയിറ്റുള്ള, നേരത്തേനെക്കാട്ടി കുറച്ച് വെയിറ്റുള്ള ആളാണ് ആ വീൽ ചെയറിലിരിക്കുന്നത്. അയാളെ ഉരുട്ടിക്കൊണ്ടാണ് ഈ നേഴ്സ് പോകുന്നത്. അപ്പം ആ ഒരു നേരത്തെ കൊടുത്ത ഫോഴ്സ് അത്രയും കൊടുത്താലും എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് അത്രയും ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? അയാൾക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നേരത്തെ അത്രയും നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഫോഴ്സ് കൂടിയാലും എന്തു കൂടും, വർക്ക് കൂടും. പിന്നെന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിയാലും വർക്ക് കൂടും. ഫോഴ്സ് കുറഞ്ഞാൽ വർക്ക് കുറയും, ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞാലും വർക്ക് കുറയും. ഇത് രണ്ടും കൂടിയാലും വർക്ക് കൂടും, കുറഞ്ഞാലും വർക്ക് കുറയും. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അത് മനസ്സിലാക്കാനാണ് ഇതിവിടെ തന്നേക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വർക്ക് എന്താണെന്ന് നമുക്കിപ്പം കൃത്യമായിട്ട് അറിയാം. അപ്പം വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണത് പ്രത്യേകം പറഞ്ഞു തരണ്ട, നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ആ ഒരു വസ്തുവിന് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, അതേ ഡയറക്ഷനിൽ നമുക്ക് മനസ്സിലായി എങ്കിൽ മാത്രമേ അവിടെ വർക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുമാണ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. അതിലൂടെ തന്നെ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്ര ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കും. അതോടൊപ്പം ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടി, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അതിൻ്റെ യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ, ഇക്വേഷനിൽ നിന്ന് നമുക്ക് യൂണിറ്റ് കണ്ടെത്താം. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് മീറ്ററും. അപ്പോൾ ഇത് ഗുണിച്ചേക്കാണ്. അപ്പം ന്യൂട്ടൺ മീറ്ററാണ് വർക്കിൻ്റെ യൂണിറ്റ്. അപ്പോൾ ന്യൂട്ടൺ മീറ്ററാണേ. അത് കൂടാതെ തന്നെ ഒരു SI യൂണിറ്റ് ഉണ്ട്. ഒരു ഫിസിക്സിലൊരു സയൻറ്റിസ്റ്റായ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വർക്കിന് നമ്മൾ കൊടുത്തേക്കുന്ന വേറൊരു യൂണിറ്റ് ഉണ്ട്, ജൂള്. SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ജൂള്. അപ്പോൾ 2 യൂണിറ്റ്, ന്യൂട്ടൺ മീറ്ററും SI യൂണിറ്റായിട്ടുള്ള ജൂള്. എന്തിൻ്റെ യൂണിറ്റാണ്? വർക്കിൻ്റെ യൂണിറ്റാണ്. ഇനി ഈ ജൂളെന്ന് പറയുന്ന ഒരു യൂണിറ്റ് വേറൊരാൾക്കും വരുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പം നമുക്കറിയാം, നമ്മൾ പഠിക്കും അതാരാണ്. അപ്പം ഇത്രയൊക്കെ അല്ലേ, നമ്മൾ വർക്ക് എന്താണെന്ന് പഠിച്ചു, വർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചു, വർക്കിൻ്റെ യൂണിറ്റ് പഠിച്ചു. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് നോക്കാം. 1 ജൂള് വർക്ക് എന്താണെന്നാണേ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നുമില്ല. ഇപ്പം നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചു. എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, F ഇൻറ്റു എസ്. F എന്ന് വെച്ചാൽ ഫോഴ്സ്, കുഞ്ഞ് S അതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. അറിയാമല്ലോ. അപ്പം 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു നമ്മൾ, 1 മീറ്റർ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വർക്ക് കാണുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് ഫോഴ്സ് 1 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതും 1. അപ്പം 1 ഇൻറ്റു 1 എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് 1 ജൂളായിരിക്കും. അത്രേ ഉള്ളൂ. നോക്കി, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സിമ്പിളല്ലേ, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം ഇക്വേഷൻ കണ്ട് അവിടെ 1 എന്നൊക്കെ ഇടുമ്പം എല്ലാവർക്കും ഡൗട്ട് വരും. ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇഫ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ആൻഡ് ദി ഒബ്ജെക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ 1 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്, then the work done on the object by the force is 1 joule. ഇവ പറഞ്ഞ അതേ കാര്യം, നമ്മളൊരു വസ്തുവിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ അതിനെന്ത് സംഭവിക്കും? ആ കൊടുത്ത അതേ ഡയറക്ഷനിൽ അതിന് 1 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന വർക്കാണ് 1 ജൂള്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. എന്താണ്? പേര് തന്നെ ഉണ്ട്, ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ ചെയ്യുന്ന വർക്കാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമാണ്. അത് മാത്രം പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ഈ ഒരു വീഡിയോ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി ഈ ചാപ്റ്ററിൽ നിന്ന്. അത് 100% ഷുവറാണ്. അപ്പം നമുക്ക് നോക്കാം. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി മാറ്റി വെക്കരുത്. അപ്പം നോക്കി, ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ക്രെയിൻ ആണെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു സാധനം മുകളിലേക്ക് ഉയർത്തുന്നു അല്ലേ, മുകളിലേക്ക് ഉയർത്തുന്നു. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ പഠിച്ച വർക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, സൈഡുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുക. അപ്പം അതേ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഭൂഗുരുത്വാകർഷണത്തിന് എതിരെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്നുമില്ല,
കഴിഞ്ഞ ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ താഴേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് ഇല്ലേ. പക്ഷേ നമ്മൾ അതിനെതിരെ, അപ്പോൾ എതിരെന്ന് പറയുമ്പോൾ മുകളിലേക്കൊരു ഫോഴ്സ് കൊടുത്ത് ആ വസ്തുവിന് അപ്പോൾ എന്ത് കൊടുക്കും, ആ വസ്തു ഒരു നിശ്ചിത അകലത്തിൽ അത് ഉയർന്നു വരുമല്ലോ. അപ്പോൾ അവിടെ ഒരു ഹൈറ്റും ഉണ്ട് ഇല്ലേ, അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നമുക്ക് ആ വസ്തുവിൻ്റെ ഹൈറ്റ്, ആ വസ്തുവിനുണ്ടായ ഹൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഫോഴ്സ് ഈസിക്കൽ ടു mgh. എന്താണ് ഫോഴ്സ് ഈസിക്കൽ ടു mgh? എം എന്ന് വെച്ചാൽ മാസ്, ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് വെച്ചാൽ ആ ഒരു വസ്തുവിനുണ്ടായ ഹൈറ്റ്. ഇവിടെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട് ആ ഒരു വസ്തു കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയാണ്. ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണോ ആ വസ്തു ഇരിക്കുന്നത് അതാണ് അവിടെ ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഭൂമിക്കെതിരെ നമ്മൾ ഒരു വസ്തുവിനെ ഉയർത്തണം, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ നമ്മളൊരു വസ്തുവിനെ ഉയർത്തണം. അപ്പം മാത്രമേ നമുക്ക് W=mgh എന്ന് ഉള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് എടുത്ത് പറയും. അല്ലെങ്കിൽ സിറ്റുവേഷൻ തരും, ഇപ്പം വെള്ളം കോരുന്നു, കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, തൊട്ടിയും വെള്ളവും മുകളിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും അവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അത് താഴേക്കാണ്. അപ്പോൾ അവിടുത്തെ നമ്മളുടെ അടുത്ത് എടുത്ത് പറയത്തില്ല എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിന്ന്. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ ആലോചിക്കണം. അപ്പം ഭൂഗുരുത്വാകർഷണ ബലമുണ്ട്, മുകളിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് വസ്തുവിനെ ഉയർത്തുന്നത്. അപ്പം അവിടുത്തെ ഫോഴ്സ് കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും, mgh എന്ന് തന്നെ ആയിരിക്കും. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യണം. ഇവിടുന്ന് ഈ ഇക്വേഷൻ പക്കായിട്ട് പഠിക്കുക. അപ്പം W എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, W=m എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്, ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 9.8 m/s ആണ്. നിങ്ങൾ പക്ഷേ ഇക്വേഷനിൽ ഇടേണ്ടത് 10 m/s എന്നങ്ങ് എഴുതുക. അപ്പം ജിയുടെ വാല്യൂ ഇവിടുന്ന് പക്കയായിട്ട് പഠിക്കുക, 10 m/s. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു എത്ര ഹൈറ്റിലാണോ ഭൂമിയിൽ നിന്നിരിക്കുന്നത് അത്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 gram ടു എ ഹൈറ്റ് 1 meter. എന്താണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ വർക്ക് കാണാനാണ് പറഞ്ഞേക്കുന്നത്. 100 gram മാസുള്ളൊരു വസ്തു 1 meter ഹൈറ്റ് ഉയർത്താൻ വേണ്ട വർക്ക് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, ഇവിടെ കൊടുത്തേക്കുന്ന മാസ് 100 ഗ്രാമാണ്. യൂണിറ്റ് നോക്കൂ, ഗ്രാം. മാസിൻ്റെ യൂണിറ്റ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താണ്, SI യൂണിറ്റ് എന്ന് പറയുമ്പം അവിടെ കിലോഗ്രാം ആണ് വേണ്ടത്. ഇവിടെ പക്ഷേ ഗ്രാമിലാണ്. അപ്പം നമ്മളിവിടെ തെറ്റിക്കുന്ന കാര്യമാണ്. ഈ ഗ്രാമിലിട്ട തന്നേക്കുന്ന വാല്യൂ ഇട്ട് നമ്മളങ്ങ് ചെയ്യും, ആൻസർ കിട്ടും, ശരിയാണെന്ന് കരുതും, പക്ഷെ തെറ്റായിരിക്കും. പരീക്ഷയ്ക്ക് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പം യൂണിറ്റുകളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഹൈറ്റ് മീറ്റർ ആണ്. അപ്പം ഇവിടെ ജിയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, 10 m/s². 10 ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ നോക്കിയേ, നേരത്തെ നമ്മൾ ഗ്രാവിറ്റേഷൻ വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഹൈറ്റ് 100 gram ഉയർത്താൻ വേണ്ടതാണ്. അപ്പോൾ ഉയർത്തുക എന്ന് പറയുമ്പം അവിടെ എന്താണ്, ഗ്രാവിറ്റേഷന് എതിരെയാണ്. അപ്പം നമുക്ക് നോക്കാം. വർക്ക് ഈസിക്കൽ ടു mgh. എം എന്ന് പറയുമ്പോൾ 100 gram. 100 gram കിലോഗ്രാമിലാക്കാൻ വേണ്ടി നമ്മൾ ആ 100നെ 1000 വെച്ചിട്ട് ഹരിക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും, 0.1 kilogram കിട്ടുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ ആ 100നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് 0.1 കിട്ടുന്നത്, 0.1 kilogram. അപ്പോൾ അത് കിലോഗ്രാമിലാക്കി. പിന്നെ അവിടെ ജി 10 m/s ആണെന്ന് നമുക്കറിയാം, m/s² ആണെന്ന് നമുക്കറിയാം, ഹൈറ്റ് 1 meter. ഇക്വേഷനിലോട്ട് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും, 1 joule എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യുക, ക്ലാസ് കണ്ടിട്ട്. അപ്പം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ താഴെ വേറൊരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും. വളരെ സിമ്പിളാണ്. നോക്കിക്കേ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഞാനൊരു ടേബിള് ഒരു ഫോഴ്സ് കൊടുത്ത് തള്ളുകയാണ്. അപ്പം ഞാൻ തള്ളിയ അതേ ദിശയിൽ അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി, അവിടെ വർക്ക് നടന്നു നമുക്കറിയാം. പക്ഷേ ഞാൻ തള്ളിയ അതേ ദിശയിൽ അത് മൂവ് ചെയ്താൽ ഞാൻ കൊടുത്ത ഫോഴ്സും അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ സ്ഥലത്തേക്കാണ്, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റും
അവിടെ നടന്നത് പോസിറ്റീവ് വർക്കാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷൻ തന്നെ അതിന് മാറ്റം സംഭവിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ബുക്ക് അവിടെ ഇരിക്കുന്നു, ആ ബുക്ക് തള്ളി പുറകോട്ട് നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പുറകോട്ട് തന്നെ ആയിരിക്കുമല്ലോ നീങ്ങുന്നത്. നമ്മൾ കൊടുത്ത ഡയറക്ഷനും ആ ബുക്ക് നീങ്ങിയ ഡയറക്ഷനും ഒരേ രീതിക്കാണ്, ഒരേ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ അവിടെ നടന്നത് പോസിറ്റീവ് വർക്കാണ്. അതേസമയം ഞാൻ കൊടുത്ത ഫോഴ്സും പക്ഷെ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതും ആ വസ്തുവിന് ഉണ്ടായ ആ ഒരു സ്ഥാനാന്തരവും ഓപ്പോസിറ്റാണ്. ഞാൻ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു, പക്ഷെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് വർക്കാണ്. അവിടെ നടന്ന വർക്കിനെ നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. അപ്പോൾ ഓക്കെ അല്ലേ? പോസിറ്റീവ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ദെൻ ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓൺ ദി ഒബ്ജക്റ്റ് ഈസ് പോസിറ്റീവ്. എന്താണ്? വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ആ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും പോസിറ്റീവ് വർക്കാണ് അവിടെ നടന്നത്. അതേസമയം ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ദെൻ ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓൺ ദി ഒബ്ജക്റ്റ് ഈസ് നെഗറ്റീവ്. ഒന്നുമില്ല, നമ്മൾ കൊടുത്ത ഫോഴ്സ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതും ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ നടന്നത് നെഗറ്റീവ് വർക്കാണ്. അപ്പോൾ ഇത്ര ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ഫിസിക്സ് അങ്ങനെ തന്നെ പഠിച്ചു പോവുക. സിമ്പിൾ കാര്യമാണ്. അപ്പം നമുക്ക് പോസിറ്റീവ് വർക്ക് എന്താണെന്ന് നെഗറ്റീവ് വർക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം പുസ്തകത്തിൽ തന്നേക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കുറേ എക്സാമ്പിളുകളാണ് തന്നേക്കുന്നത്. അതിൽ നമ്മൾ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് തരം തിരിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ തന്നേക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ ഇവിടെ ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ കാണാതെ പഠിക്കരുത്. അതിന് പകരം സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം ഇംഗ്ലീഷ് മീഡിയം പ്രത്യേകം അത് മനസ്സിലാക്കിയെടുക്കുക. അവരെങ്ങനെയാണോ പറയുന്നത്, നമ്മൾ ചെറുതായിട്ടൊന്നും നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ പോലും ആ സിറ്റുവേഷൻ മാറും. പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് വർക്കായിട്ട് നമ്മൾ ചിന്തിക്കും, എഴുതി വെക്കും, അവിടെ മൈനസ് വീഴും. അതേസമയം ആലോചിച്ച് ചെയ്യാമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും ഉറപ്പാണ്. അപ്പം നമുക്കവിടെ സ്കോർ ചെയ്യാനും പറ്റുന്ന പോർഷനാണ്. നോക്കിയേ, ഫസ്റ്റായിട്ട് ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുകയാണ്, അപ്പോൾ അവിടെ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന വർക്കാണ് ചോദിച്ചേക്കുന്നത്. ഭൂഗുരുത്വാകർഷണം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ നെഗറ്റീവ് വർക്കെന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അതൊരുവിധം കറക്റ്റായിരിക്കും. പക്ഷേ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടുത്തെ വർക്ക് നെഗറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിയുകയാണ്, അപ്പോൾ അവിടെ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴോട്ടും നമ്മളെറിയുന്ന കല്ല് മുകളിലേക്കുമാണ് പോകുന്നത്. അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അപ്പോൾ അവിടെ എന്താണ്, നെഗറ്റീവ് വർക്കാണ്. അടുത്ത നോക്കിയേ, ദ വർക്ക് ഡൺ ഓൺ ദി സ്റ്റോൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേഡ്. എന്താണ് ചോദിച്ചേക്കുന്നത്? നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുമ്പം ആ കല്ല് ചെയ്യുന്ന വർക്കാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, അവിടെ കല്ല് പോകുന്നതും മുകളിലേക്കാണ്. ഒന്നുമില്ല, നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് കല്ല് മുകളിലേക്ക് എറിയുകയാണ്, അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ബലം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? നമ്മൾ കല്ല് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, കല്ലിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. അതുകൊണ്ട് അവിടുത്തെ വർക്ക് പോസിറ്റീവ് വർക്കായിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയാണ് പോയത്. അടുത്തായിട്ട് ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ ഓൺ ദി ഓബ്ജക്റ്റ് വൈ ലിഫ്റ്റിംഗ് ഇറ്റ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ ക്രെയിൻ ചെയ്ത വർക്കാണ് ചോദിച്ചേക്കുന്നത്. എപ്പം? ഒരു വസ്തുവിനെ മുകളിലേക്ക് ക്രെയിൻ ഉയർത്തുമ്പോൾ അവിടെ ക്രെയിൻ ചെയ്ത വർക്ക് ചോദിച്ചേക്കുക. എന്തായിരിക്കും? ക്രെയിൻ ആ വസ്തുവിനെ ഉയർത്തുന്ന മുകളിലോട്ട്, ആ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റവും മുകളിലേക്ക്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് വർക്ക്. രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ അല്ലേ, അപ്പോൾ അവിടെ പോസിറ്റീവ് വർക്ക്. അടുത്തതായിട്ട് ദ വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജക്റ്റ് ബൈ എ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. പിന്നെ എന്താണ് ചോദിച്ചേക്കുന്നത്? ഒരു ക്രെയിൻ ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ അവിടെ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം, വസ്തുവിന് ഉണ്ടാകുന്ന വർക്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരാൻ ചാൻസും ഉണ്ട്. അതേസമയം മലയാളം മീഡിയം ടെസ്റ്റിൽ അവിടെ എടുത്ത് പറയുന്നുണ്ട്
ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്രെയിന് മുകളിലേക്കാണ് ആ വസ്തുവിനെ ഉയർത്തുന്നത്. അപ്പോൾ അവിടെ ആ വസ്തുവിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്തായാലും എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പോൾ ക്രെയിൻ ബലം പ്രയോഗിക്കുന്ന മുകളിലേക്കും വസ്തുവിനുണ്ടാവുന്ന ഭൂഗുരുത്വാകർഷണ ബലം എന്തായാലും അത് താഴേക്കുമാണ്. അപ്പോൾ അവിടെ എന്താണ്? രണ്ട് ഡയറക്ഷനിലാണ് നെഗറ്റീവ് വർക്കാണ് അവിടെ വരുന്നത്. പിന്നെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫാൾസ് ഡൗൺ. ഒരു തേങ്ങ താഴേക്ക് വീഴുമ്പം അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? നമുക്കറിയാം, തേങ്ങ താഴേക്കാണ് വീഴുന്നത്. അവിടെ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന വർക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴേക്കാണ്, രണ്ടും ഒരേ ഡയറക്ഷനിൽ താഴേക്ക് തന്നെയാണ്. അപ്പം അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഒരേ ഡയറക്ഷൻ നോക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും വസ്തുവിനുണ്ടാകുന്ന സ്ഥാനം മാറ്റവും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ പോസിറ്റീവ് വർക്കാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളും ഇതിവിടുന്ന് പഠിച്ചു വെക്കുക. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം നമ്മൾ വർക്ക് എന്താണെന്ന് പഠിച്ചു, വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു, അതിലൂടെ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, 2 ടൈപ്പ് വർക്ക് ഉണ്ടെന്ന് പഠിച്ചു. എന്തൊക്കെയാണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എനർജിയാണ്. എനർജി എന്താണ്? എനർജി അറിയാം, ഊർജ്ജം അല്ലേ? നമുക്ക് എല്ലാ കാര്യത്തിനും എനർജി വേണം അല്ലേ? അപ്പം വർക്ക് ചെയ്യണമെങ്കിൽ എന്തോ വേണം? എനർജി വേണം. വർക്ക് ചെയ്യാനാണ് എനർജി വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, എല്ലാം അറിയാമല്ലോ. അപ്പം എനർജി എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് എനർജി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി. ഇതെന്തൊക്കെ എനർജികൾ നമുക്കറിയാം? അപ്പം നമ്മുടെ ചുറ്റുപാടും കുറേ എനർജികൾ നമുക്ക് അറിയാവുന്ന തന്നെ ഉണ്ട്. എന്തൊക്കെയാണ്? കെമിക്കൽ എനർജി ഉണ്ട്, പിന്നെ സൗണ്ട് എനർജി, അങ്ങനെ കുറേ എനർജികൾ നമുക്കറിയാം. ഇനി എനർജി എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക്. അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. അപ്പം സിമ്പിളാണ്. ഇവിടെ ടൈം തന്നേക്കുന്നത് എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പിന്നെ കൊടുത്തിട്ടുള്ളത് SI യൂണിറ്റ്, എനർജിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജൂളാണ്. നേരത്തെ നമ്മൾ വർക്ക് പഠിച്ചപ്പോഴും വർക്കിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണെന്ന് പഠിച്ചു. ഇവിടെ അന്ന് ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു, വേറൊരാൾക്കും SI യൂണിറ്റ് ജൂൾ തന്നെയാണ്. അയാളാണ് എനർജി. എനർജിയുടെ SI യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള്. പിന്നെ ഇവിടെ ജൂളും കലോറിയും തമ്മിലൊരു റിലേഷൻ പറയുന്നുണ്ട്. നോക്കിക്കേ, 1 കലോറി, അതായത് CAL എന്ന കലോറിക്ക് കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത് 4.2 ജൂളാണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂള്. അപ്പം ആ 1 കിലോ കലോറി എന്ന് പറയുന്നത് 4200 ജൂളാണ്. അതവിടെ ജസ്റ്റ് കാണാതെ പഠിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 1 വേഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നമ്മൾ ഒരു മെയിൻ തിയറീസാണ് കൂടുതലും ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലും വരുന്നത് തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ എല്ലാമായിട്ട് നോക്കാം, ആക്ടിവിറ്റീസ് മാത്രമായിട്ട് നോക്കാം. ഇപ്പം നോക്കിക്കേ, 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂള്. അപ്പം 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു 4200 ജൂളുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എനർജി മനസ്സിലായി. ഇനി നമുക്ക് എനർജി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ എനർജി. ഈ ഒരു എനർജി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എവിടെയായിരുന്നു? എനർജി എന്താണെന്ന് പഠിക്കാൻ നേരത്ത് അവിടെ കുറച്ച് എക്സാമ്പിൾ, എനർജി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജികളുടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി, അങ്ങനെ കുറേ എനർജികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടതാണ് മെക്കാനിക്കൽ എനർജി. ഇനി നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, മെക്കാനിക്കൽ എനർജി ഈസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ് ദെയർ മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ എന്തൊക്കെ കൊണ്ടാണ് ഈ എനർജി ഉണ്ടാകുന്നത്? മോഷൻ എന്ന് വെച്ചാൽ ചലനം, പൊസിഷൻ സ്ഥാനം, ആൻഡ് കോൺഫിഗറേഷൻ. ഈ 3 ടൈം ഇവിടെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഈ മെക്കാനിക്കൽ എനർജിയെ 2 ആയിട്ട് അങ്ങ് തിരിക്കാൻ പോവുക. അപ്പം ഈ 3 ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിക്കുന്നത്. നോക്കിക്കേ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ഈസ് എ എനർജി ദാറ്റ് ഒബ്ജക്റ്റ്
അക്വയർ ബൈ വെർച്യൂ ഓഫ് ദെയർ മോഷൻ, പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ? 3 ടേംസ് ഏതൊക്കെയായിരുന്നു? മോഷൻ, പൊസിഷൻ, കോൺഫിഗറേഷൻ. ഇനി നമ്മൾ മെക്കാനിക്കൽ എനർജിയെ 2 തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ടെസ്റ്റിൽ ഈ ഒരു മെക്കാനിക്കൽ എനർജിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തതിൻ്റെ 2 പേജിനപ്പുറമായിട്ട് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ മെക്കാനിക്കൽ എനർജിയിൽ നിന്നും 2 ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ 2 തിരിക്കുന്നു. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി എഗെയിൻ നമ്മൾ 2 തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, സ്ഥാനം മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി. പിന്നെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ, കോൺഫിഗറേഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? ഇതങ്ങ് ഓക്കെ ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. ഇതേ ഉള്ളു അവിടെ പറഞ്ഞേക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതങ്ങ് ഓക്കെ ആക്കുക. അപ്പോൾ എന്തൊക്കെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ മൂലമോ മോഷൻ മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഒരു വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ്. ആ മെക്കാനിക്കൽ എനർജി നമ്മൾ 2 തിരിക്കുന്നു. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എഗെയിൻ 2 തിരിക്കുന്നു. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, സ്ഥാനം മൂലമുള്ളതും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഇതെന്താണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ക്ലിയറായിട്ട് പഠിക്കാം. അതിന് മുന്നേ ഇവിടുന്ന് 2 കാര്യം കൂടെ പക്കായിട്ട് പഠിച്ചിട്ട് പോകാം. കാണാൻ അങ്ങ് പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? mgh. എന്താണ്? mgh. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഈ ഇക്വേഷൻ, ഈ ഒരു mgh നമ്മൾ എവിടെയോ കണ്ടായിട്ട് ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു? വർക്ക് പഠിച്ചപ്പം വർക്കിൻ്റെ ഇക്വേഷൻ നമ്മളിത് കൊണ്ടുവന്നായിരുന്നു. അത് എപ്പോഴായിരുന്നു? ഗ്രാവിറ്റിക്കെതിരെ ചെയ്യുന്ന വർക്ക് കാണാനാണ് നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു mgh എന്നൊക്കെ പഠിച്ചായിരുന്നു. അതുകൂട്ട് അതേ ഇക്വേഷൻ ഇവിടെ ഓൾറെഡി വർക്കിന് വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, മെയിനായിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൂടാതെ ഗ്രാവിറ്റിക്കെതിരെ പറയുമ്പോൾ എന്താണ് കാണുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു mgh. അതേ ഇക്വേഷൻ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ചോദിച്ചു കഴിഞ്ഞാലും mgh. ഓക്കെ അല്ലേ? അടുത്ത് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് mv². 1/2 ആണ് ഹാഫ് mv². m എന്ന് വെച്ചാൽ മാസ്, v എന്ന് വെച്ചാൽ വെലോസിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv²ഉം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh. പക്കയില്ലയോ? ഇത്രയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പൊട്ടൻഷ്യൽ എനർജി ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ 2 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഒരു അമ്പും വില്ലും. വില്ലിങ്ങനെ കുലച്ചു വെച്ചേക്കുന്നു. പിന്നെന്താണ്? ഒരു കാറ് ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ ഉരുണ്ട് നീങ്ങുന്നതായിട്ടും 2 പിക്ചറുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു പൊട്ടൻഷ്യൽ എനർജി 2 തിരിക്കാം. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്നും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എന്താണ്? കോൺഫിഗറേഷൻ എന്നും. ഈ കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അമ്പും വില്ലിൻ്റെയും ചിത്രം അവിടെ തന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലിന് നമ്മൾ ടാർഗറ്റ് ചെയ്ത പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഒരു അമ്പിൽ ഒരു ബലം കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു വില്ല് നമ്മൾ പുറകോട്ടെടുത്ത് അങ്ങനെ നമ്മൾ നിൽക്കും ഇല്ലേ? ഈ ഫിഗർ കാണുന്ന കൂട്ട് നമ്മൾ പുറമോട്ട് ഇച്ചിരി വലിച്ച് ആ ഒരു രീതിയിൽ വലിച്ചു വിടാനായിട്ട് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ നിൽക്കത്തില്ലയോ? അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ വില്ലിന് പോകണമെങ്കിൽ നമുക്കവിടെ അങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് നമുക്ക് വിടാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഫിഗറേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു സ്പ്രിങ് എടുത്തിട്ട് ആ സ്പ്രിങ് കുറച്ച് നേരം അമക്കി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിടാമെങ്കിൽ എന്ത് കൊടുക്കും? അതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വെറുതെ ഇരുന്ന ആ ഒരു സ്പ്രിങ്ങിനായ വൈബ്രേഷൻ ഉണ്ടാവുമോ? ഇല്ല. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്ത് അത് കുറച്ച് നേരം നല്ല രീതിയിൽ അമക്കി പിടിക്കണം ഇല്ലയോ? ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഫിഗറേഷൻ. ആ ഒരു സ്പ്രിങ് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ കുറച്ച് നേരം അമക്കി പിടിക്കണം ആ സ്പ്രിങ്. അതിനുശേഷം കൈ വിടുമ്പോഴാണ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത്. അപ്പം അവിടെ നമ്മൾ അമക്കി പിടിക്കുന്നു ആ ഒരു വൈബ്രേഷന് വേണ്ടി. ആ ഒരു സമയത്തെ ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫിഗറേഷൻ. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബലൂണിൽ നല്ല രീതിയിൽ നമ്മൾ കാറ്റ് നിറച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും? കൈ വിടാക്കി ആ ബലൂൺ പറന്നു പോകും ഇല്ലേ? വെറുതെ ആയിരുന്നെങ്കിൽ ആ പറന്നു പോവുമോ? ഇല്ല. അതേസമയം നമ്മൾ നല്ല രീതിയിൽ അവിടെ എയർ കയറ്റിയിട്ടാണ് അത്
പറന്ന് പോയത്. അത്രയേ ഉള്ളൂ. അതിനവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവാൻ വേണ്ടി നമ്മളവിടെ ആ ഒരു രീതിയിൽ അതിന് മാറ്റിയിട്ടാണ് അവിടെ ആ ഒരു ഫോഴ്സ് പ്രകടമായത്. അതിനെയാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് കോൺഫിഗറേഷൻ ഡ്യൂ ടു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാൻ വേണ്ടി ഇവിടെ കോൺഫിഗറേഷൻ ഉണ്ടായി. അപ്പോൾ കോൺഫിഗറേഷൻ ഡ്യൂ ടു ആണ് ഫസ്റ്റ് ഫിഗറിൽ വരുന്നത്. രണ്ടാമത്തെ ഫിഗർ നോക്കി, അവിടെ ആ ഒരു സ്ലൈഡിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, കാറ് സ്മൂത്തായിട്ട് അങ്ങ് മൂവ് ചെയ്യുമെന്ന് ഇല്ലേ. അതിൻ്റെ കാരണം എന്താണ്, അതിന് ആ ഒരു രീതിയിലുള്ള പൊസിഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും ആ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിന് മോഷൻ ഉണ്ടാവും. അവിടെയുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ മൂലം. ആ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് മാത്രമാണ് കാർ ആ ടൈമിൽ ആ രീതിയിൽ മൂവ് ചെയ്തത്. അപ്പോൾ അവിടെ പൊസിഷൻ, നേരത്തെ അമ്പും വില്ലും പഠിച്ചപ്പം കോൺഫിഗറേഷൻ, രണ്ടും ഓക്കെ ആയില്ലേ. പൊട്ടൻഷ്യൽ എനർജി രണ്ട് ടൈപ്പ് എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷനും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷനും. അതാണ് ഇവിടെ കോളത്തിൽ തന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ നോക്കിയത് തന്നെയാണ്. അവിടെ ഒന്നുകൂടെ വായിക്കുക. പിന്നെ അവിടെ രണ്ടും ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പം അതിനെ ക്ലാസിഫൈ ചെയ്ത് ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഈ 4 സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷനും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷനുമായിട്ട് നമ്മൾ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തേത് എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ. ഒരു തെങ്ങിൽ നിൽക്കുന്ന തേങ്ങയുടെ എനർജി, അത് ഏത് എനർജി മൂലമാണ്? പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്, പക്ഷെ അത് ഏത് എനർജി മൂലമാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി രണ്ടായിട്ടാണല്ലോ, എന്തൊക്കെ പൊസിഷൻ മൂലവും ഉണ്ടാവാം, പിന്നെ കോൺഫിഗറേഷൻ മൂലം ഉണ്ടാവും. ഇവിടെ അത് മുകളിൽ നിൽക്കുകയാണ് അല്ലേ, മുകളിൽ എന്ന് പറയുന്നൊരു സ്ഥാനമല്ലേ അതിന്. അപ്പം അവിടെ പൊസിഷൻ മൂലമുള്ളതിനകത്താണ് ഫസ്റ്റ് ഫിഗർ വരുന്നത്. രണ്ടാമത്തത് എനർജി സ്റ്റോർഡ് ഇൻ എ കംപ്രസ്ഡ് സ്പ്രിങ്. ഒരു അമർത്തി പിടിച്ചേക്കുന്ന സ്പ്രിങ്ങിൽ അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി അത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെയും പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. പക്ഷേ ഏത് പൊട്ടൻഷ്യൽ എനർജിയാണ്? പൊസിഷനാണോ കോൺഫിഗറേഷനാണോ? നമുക്കറിയാം, നമ്മൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ അമക്കി പിടിച്ചേക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോൺഫിഗറേഷൻ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ, എനർജി പൊസസ്ഡ് ബൈ ദി വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്. ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വാട്ടറിലുണ്ടാകുന്ന എനർജി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടാങ്ക് എന്തായാലും നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ കുറച്ച് പൊക്കത്തായിരിക്കും, എന്തായാലും കുറച്ച് പൊക്കത്തായിരിക്കും നമ്മൾ എന്ത് വെക്കുന്നത്, ടാങ്ക് വെക്കുന്നത്. വീടിൻ്റെ ആയാലും എവിടെ നിന്നായാലും കുറച്ച് പൊക്കത്തായിരിക്കും ടാങ്ക് വെക്കുന്നത്. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ എനർജി പ്രയോജനപ്പെടുത്താനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പ് തുറക്കുമ്പം പൈപ്പിൽ വെള്ളം വരണമെങ്കിൽ, അത് ഫോഴ്സിൽ വരണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം. അതാണ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ ആ ഒരു ഫോഴ്സ് കൊണ്ടുവരാനാണ് നമ്മൾ കുറച്ച് ഹൈറ്റിൽ വെക്കുന്നത്. അല്ലെങ്കിൽ വലിയ ഫോഴ്സിൽ നമുക്ക് എന്ത് കിട്ടില്ല, വെള്ളം ടാപ്പിൽ കിട്ടത്തില്ല. അപ്പം അവിടെ എന്തുകൊണ്ടാണ്, എന്ത് വെച്ചിട്ടാണ് വരുന്നത്? പൊസിഷൻ കാരണമാണ് വരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡി പറഞ്ഞേക്കുന്നത് എനർജി ഇൻ ദി പോൾ ഡ്യൂ ടു ഇറ്റ്സ് ബെൻഡിങ് ഡ്യൂറിങ് പോൾ വോൾട്ട് ജമ്പ്. പോൾ വോൾട്ട് ജമ്പിൽ അത് ചാടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇവിടെ കാണിച്ചേക്കുന്ന കൂട്ട് അവിടെ കുറച്ച് ബെൻഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവിടെ പ്രയോജനപ്പെടുത്തുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏത് പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു കോൺഫിഗറേഷനാണ്. കാരണം നമ്മളവിടെ അത് ബെൻഡ് ചെയ്ത് നമ്മൾ ചാടാൻ വേണ്ടി, നല്ല ഹൈറ്റിൽ ചാടാൻ വേണ്ടി നമ്മൾ പിടിച്ചേക്കുകയാണ്. അപ്പം നമ്മളായിട്ട് അവിടെ ബെൻഡ് ചെയ്ത് പിടിച്ചേക്കുകയാണ്. അപ്പോൾ കോൺഫിഗറേഷൻ തന്നെയാണ്. പൊസിഷൻ വരുന്നത് തെങ്ങിൽ നിൽക്കുന്ന തേങ്ങയ്ക്കും പിന്നെന്താണ്, ടാങ്കിലുള്ള വാട്ടറിൻ്റെയാണ്. ഓക്കെ അല്ലേ? അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൈനറ്റിക് എനർജിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് രണ്ടും നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നേക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് തന്നേക്കുന്നത്? അതിശക്തമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഈ തന്നേക്കുന്നത്. എക്സാമ്പിൾ ഫസ്റ്റ് ഫിഗറിൽ ചുഴലിക്കാറ്റ് കൊണ്ടുണ്ടാക്കുന്ന അവിടെ വലിയ മരങ്ങളൊക്കെ വീഴുന്നു. പിന്നെ രണ്ടാമതായിട്ട് മണ്ണിടിച്ചിലാണ്. മണ്ണിടിച്ചിൽ കാരണം കെട്ടിടങ്ങളൊക്കെ തകരുന്നു. ഈ 2 പിക്ചറാണ് അവിടെ തന്നേക്കുന്നത്. ഇത് രണ്ടും ഉണ്ടാവാൻ കാരണം അവിടെ ഒരു എനർജി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു
കാറ്റ് വന്ന് അതിശക്തമായിട്ട് വീശി അവിടെ വലിയ മരങ്ങൾ പോലും വീഴുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. ആ ഒരു കൈനറ്റിക് എനർജി കാരണമാണ് അവിടെ എന്ത് സംഭവിച്ചത്, ആ മരങ്ങളൊക്കെ ആ കാറ്റിൻ്റെ ആ ഒരു തീവ്രതയിൽ താഴെ വീഴുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കാറ്റിൻ്റെ വെലോസിറ്റി, അത് ചലിച്ചു വരുന്ന ആ ഒരു വെലോസിറ്റി അല്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് മോഷൻ കാരണമാണ് അവിടെ എന്തുണ്ടായത്, കൈനറ്റിക് എനർജി ഉണ്ടായത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിൽ കാരണം അവിടെ വീടുകൾ തകരുന്നു, കെട്ടിടങ്ങൾ തകരുന്നു. ഒരു ചെറിയ മണ്ണിന് ഇതൊക്കെ സാധിക്കുമോ? ഇല്ല. പക്ഷേ അത്രയും മാസിൽ മണ്ണും പിന്നെന്താണ് അത്രയും ഫോഴ്സിൽ വന്ന് വീഴുമ്പം അതിനെന്തോ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, ആഘാതം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുണ്ടാക്കാൻ അവിടെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണെന്ത്, കൈനറ്റിക് എനർജി. ഒരു വസ്തു ചലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ഓക്കെ അല്ലേ? ഒരു വസ്തുവിൻ്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, പൊസിഷനോ കോൺഫിഗറേഷനോ മൂലം ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. 2 ഫാക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഞാൻ ഒരു കുഞ്ഞു ബോൾ വെച്ചു. ആ ബോൾ വെച്ചിട്ട് ഒരു കുഞ്ഞു വെയിറ്റ് ഇല്ലാത്ത ബോൾ, ഒട്ടും വെയിറ്റ് ഇല്ല ആ ബോളിന്. അപ്പം ആ ഒരു ബോൾ ഞാൻ അവിടെ വെച്ചേക്കാണ്. എന്നിട്ട് വേറൊരു ബോൾ, നല്ല ഭാരമുള്ള, അതിനേക്കാൾ നല്ല ഭാരമുള്ള വേറൊരു ബോൾ എടുത്തിട്ട് നല്ല രീതിയിൽ ഉരുട്ടി ആ മറ്റേ അവിടെ റെസ്റ്റിലിരുന്ന ബോളിൻ്റെ നേരെ, ആ കുഞ്ഞു ബോളിൻ്റെ നേരെ വിടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരാൾ നല്ല ഫോഴ്സിൽ നല്ല സ്പീഡിൽ വരികയാണ്, നല്ല വെലോസിറ്റിയിൽ, അയാളെക്കാട്ടി നല്ല മാസമുള്ള ആളാണ്. അപ്പോൾ നല്ല ഫാസ്റ്റിൽ വന്ന് ഇയാളെ തട്ടുമ്പോൾ എന്ത് കൊടുക്കും, ഇയാൾക്കും എന്തോ സംഭവിക്കും, ഇയാളുടെ പൊസിഷൻ മാറി ഇയാൾ മൂവ് ചെയ്യും അല്ലേ, ഇയാളങ്ങ് പറന്നു പോവും നമ്മൾ പറയുന്ന രീതിയാണെങ്കിൽ. അപ്പം അതിൻ്റെ കാരണം എന്താണ്, അയാൾ അവിടെ ചലിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടായി, കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജി ആ മറ്റൊരു വസ്തുവിൽ അതിനും ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഇരുന്ന വസ്തുവിനെക്കാട്ടി മാസ് കൂടുതലാണ്. അത് മാത്രമല്ല സ്പീഡിലുമാണ് വന്നത്, വെലോസിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 2 ഫാക്ടേഴ്സ് കൈനറ്റിക് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റും പിന്നെന്താണ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റും. വസ്തുവിൻ്റെ വെലോസിറ്റിയും മാസും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് നേരത്തെ അതേ സിറ്റുവേഷൻ തന്നെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കാം. ആ ഒരു ബോളിൽ നേരത്തെ വന്ന് തട്ടിയ ആ വലിയ ബോൾ പയ്യെ വന്നിട്ടാണ് തട്ടിയെങ്കിൽ അതിന് നേരത്തെ കൂട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അയാൾ തെറിച്ചങ്ങ് പോകത്തില്ല. അപ്പോൾ അവിടെ വെലോസിറ്റി കുറച്ചപ്പം കൈനറ്റിക് എനർജി എന്ത് കൊടുത്ത്, കുറഞ്ഞു. പക്ഷെ ഫാസ്റ്റിലാണ് അവൻ തട്ടിയത്. അപ്പോൾ അയാൾ എന്ത് കൊടുക്കും, അവിടുത്തെ കൈനറ്റിക് എനർജി എന്താണ്, കൂടുതലാണ്, വെലോസിറ്റി കൂടി, അപ്പോൾ കൈനറ്റിക് എനർജി കൂടി. അതേസമയം വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ആ ഫാസ്റ്റ് വന്ന് ഇടിച്ചതെന്ന് വെച്ചോ, അപ്പോൾ അവിടെ അയാൾക്ക് അത്രയും മാസ് ഇല്ല, വെയിറ്റ് ഇല്ല. അപ്പോൾ മാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കൈനറ്റിക് എനർജിയും കുറവായിരിക്കും. വന്ന് ഇടിക്കുന്നതും അപ്പോൾ ആ എനർജി എന്താണ്, കുറവാണ്. അതേസമയം നല്ല രീതി മാസുള്ളൊരു വസ്തുവാണ് വന്ന് ഇടിക്കുന്നെങ്കിലും എന്താണ്, അവിടെ ആ ഏൽപ്പിക്കുന്ന എനർജി, അതിൽ വന്ന് തട്ടുമ്പോൾ ഉള്ള എനർജി എന്താണ്, കൂടുതലാണ്. അപ്പോൾ മാസ് കൂടിയ കൈനറ്റിക് എനർജി കൂടുന്നു, മാസ് കുറഞ്ഞ കൈനറ്റിക് എനർജി കുറയുന്നു. വെലോസിറ്റി കൂടിയ കൈനറ്റിക് എനർജി കൂടുന്നു, വെലോസിറ്റി കുറഞ്ഞ കൈനറ്റിക് എനർജി കുറയുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പം ഉള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2 വസ്തുക്കൾ ഇപ്പം അവിടെ ഫാസ്റ്റ് വന്ന് ഇടിക്കുമ്പം നല്ല എനർജി ആയിരിക്കും അല്ലേ, അതേസമയം പയ്യെ വന്നിട്ടാണ് ഇടിക്കുന്നെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അവിടെ എന്താണ്, ആ ഒരു എനർജി കുറവായിരിക്കും, ഫാസ്റ്റ് വന്ന് ഇടിക്കുന്നതിനെക്കാട്ടി കുറവായിരിക്കും. അതേസമയം വലിയ വണ്ടികളാണെങ്കിലും എന്താണ്, അവിടെ എനർജി കൂടുതലായിരിക്കും. ചെറിയ വണ്ടിയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നോക്കി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സായിരുന്നു അപ്പം കൈനറ്റിക് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റും വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റും, ഒബ്ജക്റ്റിൻ്റെ മാസും വെലോസിറ്റിയും. ഇവിടുന്ന് നേരത്തെ പറഞ്ഞ കൂട്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, 12mv². എന്താണ്, 12mv². m എന്ന് വെച്ചാൽ മാസ്, v എന്ന് വെച്ചാൽ വെലോസിറ്റി. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പഠിച്ചു, കൈനറ്റിക് എനർജി എന്താണെന്ന് പഠിച്ചു. ഇവ തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊസിഷൻ മൂലവും കോൺഫിഗറേഷൻ മൂലവും. കൈനറ്റിക് എനർജി ആകുമ്പോൾ മോഷൻ മൂലവും. അപ്പോൾ ഓക്കെ അല്ലേ, 2ൻ്റെ ഇക്വേഷൻ പഠിച്ചു. പൊട്ടൻഷ്യൽ എനർജി എന്താണ്,
mgh. കൈനറ്റിക് എനർജി ഹാഫ് mv². ഓക്കെ അല്ലേ ഇത്രയും ഭാഗവും? അപ്പോൾ നമ്മൾ ആ ഒരു മെക്കാനിക്കൽ എനർജിയുടെ ക്ലാസിഫിക്കേഷൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് കണക്കുകളാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു 2 ഇക്വേഷൻ വെച്ചിട്ട് ഉള്ള കണക്കുകളാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ടേബിളിൽ കൈനറ്റിക് എനർജി കാണാൻ 2 ഇക്വേഷൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കങ്ങ് ചെയ്യാം. നോക്കിയേ, അത് വെറും സിമ്പിളാണ്. നിങ്ങൾ തനിയെ ചെയ്യുക, അതിനുശേഷം കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ അത്രയും ഓക്കെ ആവും. കണ്ട് അതേ രീതിയിൽ ചെയ്ത് വെക്കാതിരിക്കുക. ഈ ടേബിൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് ഈ ടേബിളിലൂടെ കൊടുത്തേക്കുന്നത്. ഓരോ മാസം വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇടുക, കണ്ടുപിടിക്കുക. സിമ്പിളാണ്. അപ്പം ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ പഠിച്ച കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². എം എന്ന് വെച്ചാൽ മാസ്, വി എന്ന് വെച്ചാൽ വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാനിവിടെ ചെയ്ത് കാണിക്കും. ബാക്കിയെല്ലാം നിങ്ങൾ തനിയെ ചെയ്യണം. അറിയാവുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ക്ലാസ് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഞാനിവിടെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാണെന്നൊന്ന് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ എക്സാമിന് ഷുവറാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യന് മാസ് എന്ന് പറയുന്നത് 10ഉം വെലോസിറ്റി എന്ന് പറയുന്നത് 2ഉമാണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് mv² ഇല്ലേ? അപ്പം ഹാഫ് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 10. വെലോസിറ്റി എത്രയാണ്? 2. ഇവിടെ v² ആയതുകൊണ്ട് v 2 വട്ടം നമ്മൾ എഴുതണം. വെലോസിറ്റി ഇവിടെ 2ആണ്. അപ്പോൾ 2 വട്ടം എഴുതി. അല്ലെങ്കിൽ v² എന്ന് പറയുമ്പോൾ 2² അത് 4ആണ്. ഒട്ടും അറിയാത്തവർക്കാണ് ഞാൻ 2 × 2 എഴുതി കാണിച്ചത്. അറിയാവുന്നവർ ഡയറക്റ്റായിട്ട് 4 എഴുതുക. എന്നിട്ട് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 2ഉം ഈ 2ഉം കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ബാക്കി 10 × 2 എത്ര കിട്ടും? 20. 20 എന്താണ്? ജൂള്. 20 ജൂളെന്ന് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. സിമ്പിളല്ലേ? അപ്പം 1 മിനിറ്റ് പോലും വേണം നമുക്ക് ചെയ്ത് തീർക്കാൻ. അപ്പം ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എനർജി ട്രാൻസ്ഫോർമേഷനാണ്. ഒന്നുമില്ല, ഒരു എനർജി വേറൊരു എനർജിയുടെ ഫോമായിട്ട് മാറുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആൻ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്ട്സ് ഇലക്ട്രിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് മോട്ടർ, നമ്മുടെ വീട്ടിലുള്ള മോട്ടർ, അതെന്ത് കൊടുക്കുക? നമ്മൾ ആദ്യം മോട്ടർ ഇടും ഇല്ലേ? അത് കറണ്ട് വഴിയാണ്. അപ്പം ഇലക്ട്രിക് എനർജി ആദ്യം എന്തുമായിട്ട് മാറും? പിന്നെ അത് കറങ്ങാണ് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ മോട്ടർ ഇടുമ്പം ഇലക്ട്രിക് എനർജി അവിടെ എന്തായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അടുത്തതായിട്ട് പെട്രോൾ കാർ കൺവേർട്ട്സ് കെമിക്കൽ എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി. പെട്രോൾ കാർ അവിടെ എന്താണ്? പെട്രോൾ അവിടെ കെമിക്കൽ എനർജിയാണ് നടക്കുന്നത്. ആ കെമിക്കൽ എനർജിയെ എന്തായിട്ടാണ് മാറ്റുന്നത്? അവിടെ വണ്ടി ഓടുമല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട എനർജി എന്താണ്? മോഷന് വേണ്ട എനർജി എന്താണ്? കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഇവിടെ തന്നേക്കുന്നത്. ഒന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ഓരോ സിറ്റുവേഷൻ തന്നിട്ട് അവിടെ എന്ത് എനർജി ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നതെന്ന് ചോദിക്കാം. ഇപ്പം ഫാൻ കറങ്ങുന്നു. അപ്പോൾ ഫാൻ കറങ്ങുമ്പോൾ അവിടെ എന്താണ്? ഫാൻ വർക്ക് ചെയ്യുമ്പം ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ആക്കും. അപ്പം ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? ഫാൻ കറങ്ങുമല്ലേ? കറങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ട എനർജി മെക്കാനിക്കൽ എനർജി നമുക്ക് പറഞ്ഞാൽ മതി. അപ്പം ആദ്യം ഇലക്ട്രിക്കൽ എനർജി അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ ബോക്സ്, തേപ്പൊട്ടി. അപ്പം അതെന്താണ്? ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം അതെന്താണ്? അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? അവിടെ ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു. അപ്പം എന്താണ്? ഇലക്ട്രിക്കൽ എനർജി അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ചൂടല്ലേ നമുക്ക് കിട്ടുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട്. വൈദ്യുത ഊർജ്ജം താപ ഊർജ്ജമായിട്ട് മാറുന്നു. അങ്ങനെ കുറേ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഓർക്കാമെങ്കിൽ നമുക്ക് ആ എനർജി കൺവേർഷൻ സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടുന്നേ ഉള്ളൂ. ഈ ഒരു എനർജി കൺവേർഷൻ എന്തിനാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലൂടെ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പം ഫാനിൻ്റെ കാര്യം പറഞ്ഞാലും മോട്ടറിൻ്റെ കാര്യം പറഞ്ഞാലും അയൺ ബോക്സിൻ്റെ കാര്യം പറഞ്ഞാലും ഒരു എനർജി വേറൊരു എനർജിയുടെ ഫോമിലേക്ക് മാറി ഇല്ലേ? മാറിയത് അവിടെ എനർജി വേറെ നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു എനർജിയുടെ ഫോം വേറൊരു എനർജിയുടെ ഫോമിലേക്ക് മാറി, കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി കൺവേർഷൻ ലോ ആണ്.
നോക്കാം നമുക്ക് എന്താണെന്ന്. ഇത് മനസ്സിലായാലേ അത് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. അതൊരു ലോ ആക്കി പറയുകയാണ്. നോക്കിക്കേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ഡിസ്ട്രോയിഡ്. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു other forms of energy without loss or gain of energy. This is the law of conservation of energy. ഒന്നുമില്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട കാര്യം തന്നെ. എനർജി അവിടെ നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു സമയം എനർജി നഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിൽ അത് മെക്കാനിക്കൽ എനർജി ആവും. ഇപ്പം അയൺ ബോക്സിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറി. അവിടെ എനർജികൾ ഫോം മാറി, അല്ലാതെ അവിടെ എനർജി നഷ്ടപ്പെടുകയോ പുതുതായിട്ട് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അടുത്തായിട്ട് എനർജി ട്രാൻസ്ഫോർമേഷൻ്റെ വേറൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ തുടങ്ങുന്നത് സൂര്യനിൽ നിന്നാണ്. അവിടുന്ന് തന്നെ നമ്മളൊരു പോയിൻ്റ് മനസ്സിലാക്കിയേക്കണം. ഇത് പഠിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും, ഞാൻ പറയാതെ. പ്രാഥമിക ഊർജ്ജ സ്രോതസ്സ്, ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും പ്രാഥമിക ഊർജ്ജ സ്രോതസ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നാണ് പല ഊർജ്ജങ്ങളും കൺവേർട്ട് ചെയ്ത് എന്താണ് പല ഫോമിലേക്ക് മാറുന്നത്. ഇവിടെ നോക്കിക്കേ, ആദ്യം സൂര്യനിൽ നിന്നും ട്രീസിന് എന്ത് കിട്ടുന്നു? സൺലൈറ്റ് എനർജി കിട്ടുന്നു. അവരെങ്ങനെയാണ് ആ എനർജി യൂസ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് വഴി അവർ ഫുഡ് ഉണ്ടാക്കിയാണ് അവർക്ക് എനർജി കിട്ടുന്നത്. പിന്നെന്താണ്? ആ ഒരു ഫോട്ടോസിന്തസിസ് ചെയ്ത് വെച്ചേക്കുന്ന എനർജി പിന്നെ ആർക്ക് കിട്ടും? മൃഗങ്ങൾക്ക് കിട്ടും, ഇല്ലേ? അവർ ആ പുല്ലും ഇലകളും ഒക്കെ കഴിക്കുമ്പോൾ അവർക്ക് കിട്ടും ആ എനർജി, ഇല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതുകൂട്ട് നമ്മളും പ്ലാന്റ്സും വെജിറ്റബിൾസും മീറ്റും എല്ലാം കഴിക്കത്തില്ലേ? അപ്പോൾ മൃഗങ്ങളിലും പ്ലാന്റ്സിലും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജിയാണ് നമ്മൾ കഴിക്കുമ്പം നമുക്ക് കിട്ടുന്നത്. അപ്പം അവിടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ആരോമാർക്ക് പോയേക്കുന്നു. മനസ്സിലായില്ലേ? ആദ്യം സൂര്യൻ, പിന്നെ പ്ലാന്റ്സ്, പിന്നെ മൃഗങ്ങൾ, പിന്നെ നമ്മൾ എന്തിനാ ഈ വെജിറ്റബിൾസ് ആയാലും മീറ്റായാലും എല്ലാം കഴിക്കുന്നത്? നമുക്ക് ഓരോന്നും കഴിക്കുമ്പം അതിലടങ്ങി ഇരിക്കുന്ന എനർജി നമുക്ക് കിട്ടുകയാണ്, ഇല്ലേ? നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി ഉണ്ടോ? ഇല്ല, നമ്മളാകെ വാടിത്തളർന്നായിരിക്കും ഇരിക്കുന്നത്. അതേസമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും. അപ്പം നമുക്കപ്പോൾ എനർജി ആവും, ഇല്ലേ? പിന്നെന്താണ് കൊടുത്തേക്കുന്നത്? അവിടുന്ന് തന്നെ, ആ മൃഗങ്ങളിൽ നിന്ന് തന്നെ പിന്നെ ഒരു ആരോമാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ? ഈ മൃഗങ്ങളും നമ്മളും എല്ലാവരും വൃക്ഷങ്ങളും എല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി കുറേ വർഷങ്ങളെടുത്ത്, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് അതെന്തായിട്ട് മാറും? ഫോസിൽസ് ആയിട്ട് മാറും. എന്താണ്? ഫോസിൽസ് ആയിട്ട്. ആ ഫോസിലുകൾ അടിഞ്ഞുകൂടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ കാറാന്നേലും ഹെലികോപ്റ്റർ ആണെങ്കിലും എന്താണെങ്കിലും എയറോപ്ലെയിൻ ആണെങ്കിലും കപ്പലാണെങ്കിലും ഇവിടെ കൊടുത്തേക്കുന്ന കൂട്ട് ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് ഫ്യൂവൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്? മൃഗങ്ങളും നമ്മളും ജീവജാലങ്ങളെല്ലാം മണ്ണിനടിയിൽ പോയി, മരിച്ച മണ്ണിനടിയിൽ പോയി അവിടുന്ന് കുറേ വർഷങ്ങളുടെ അവിടെ മണ്ണിനടിയിൽ റിയാക്ഷൻസ് നടന്ന് പിന്നെ എന്ത് സംഭവിക്കും? അവിടെ ഫോസിൽസ് ഉണ്ടാവും. ആ ഫോസിൽസിനകത്ത് ഉൾപ്പെടുന്നതാണ് വിറക്, കൽക്കരി, പെട്രോൾ, ഇതെല്ലാം. ആ ഫോസിൽസ് ഇന്ധനങ്ങളാവും. നമ്മളിപ്പം വണ്ടികൾ യൂസ് ചെയ്യുന്ന ഫോസിൽസ് ഇന്ധനങ്ങളാവും കേട്ടോ. ഫ്യൂവൽസ് ആവും. പിന്നെന്താണ് പറയുന്നത്? പിന്നെ വേണ്ട ഫോസിലുകളിൽ നിന്നും പിന്നെ എവിടോട്ട് കൊടുത്തിട്ടുണ്ട്? പോസ്റ്റുകളിലേക്ക് എനർജി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോസിൽസ് ഉപയോഗിച്ച് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ആരോമാർക്ക് സൂര്യനിൽ നിന്നും ഡയറക്റ്റ് അവിടെ സോളാർ പാനലും എന്തൊക്കെയാണ് സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്, ഇല്ലേ? കാറ്റാടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് സംഭവിക്കും? ഇതൊക്കെ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ഹീറ്റ് എനർജിയെ വലിച്ചെടുത്ത് നമുക്ക് യൂസ് ആവുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് എനർജി കൊടുക്കുകയും അത് നമുക്ക് എന്താണ് പിന്നെ കൊടുത്തേക്കുന്ന ആ ഒരു പ്ലഗ് വയറോടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകളിലേക്ക് ആ ഒരു എനർജി യൂസ് ആക്കുകയും എന്തിൻ്റെ ഫോമിൽ? ഇലക്ട്രിക്കൽ എനർജിയുടെ ഫോമിൽ. ഹീറ്റ് എനർജിയാണ് ആ സൂര്യനിൽ നിന്നുള്ള ആ സോളാർ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ് ഇവിടെ എല്ലാത്തിൻ്റെ ബേസ് നിൽക്കുന്നത്. മനസ്സിലായില്ലയോ? അപ്പോൾ പ്രാഥമിക സ്രോതസ് ആരാന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരാണ്? എനർജിയുടെ പ്രാഥമിക സ്രോതസ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണാണ്. സണ്ണിൽ നിന്ന് തന്നെ എത്ര എനർജികളാണ് പല ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത്, ഇല്ലേ? അപ്പം മിക്ക വീടുകളിലും സോളാർ സെല്ലും സോളാർ പാനലും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാറുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലേ? അപ്പം
അതാണ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കൺവേർഷൻ വരുന്നതിനെക്കാട്ടും ഉപരി ഇവിടുന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രാഥമിക സ്രോതസ് ആരാന്ന് ചോദിക്കുക കേട്ടോ. അവിടെ ആരാണ്? സണ്ണാണ്. നമ്മുടെ ഡാമിൽ നടക്കുന്ന പ്രവർത്തനമാണ്. നമുക്കറിയാം ഡാമിൽ വെള്ളം കെട്ടി നിർത്തി അവിടെ നല്ല ഹൈറ്റിൽ ഡാം പണിഞ്ഞ് ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ്. അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് നദികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ഡാമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നടക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് അവിടെ ആ എനർജി യൂസ്ഫുൾ ആക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഇവിടെ നോക്കിക്കേ, ഒരു ഡാമിൻ്റെ പടമൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഡാം നല്ല ഉയരത്തിൽ കെട്ടി നിർത്തിയേക്കുവാണെന്ന് നമുക്കറിയാമല്ലോ. എന്തിനായിരിക്കും അവിടെ ഉയരത്തിൽ ആ വെള്ളം തടഞ്ഞ് അവിടെ ഡാം നിർമ്മിച്ചേക്കുന്നത്? അവിടെ തടഞ്ഞ് അത്രയും ഉയരത്തിൽ ഡാം നിർമ്മിച്ച് വെക്കുമ്പം ആ ഒരു വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ എന്താണ്, ഏത് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്? നമുക്കറിയാം, നല്ല ഹൈറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് വെള്ളത്തെ. ഒരു നിശ്ചിത പൊസിഷനിൽ നല്ല ഹൈറ്റിൽ ഡാം കെട്ടി നിർത്തി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അവിടെ അപ്പോൾ ഉണ്ടാവുന്നത് പൊസിഷൻ മൂലം ഉണ്ടാകുന്ന എനർജി ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ നല്ല രീതിയിൽ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് ഷട്ടറൊക്കെ ഇട്ട് വെച്ചേക്കാണ്. പയ്യെ ആ ഷട്ടർ തുറന്ന് അപ്പോൾ എന്തെടുക്കും? നല്ല ഫ്ലോയിൽ അവിടെ കെട്ടി നിർത്തിയേക്കുന്ന വെള്ളം എന്തെടുക്കും? ഒഴുകാൻ തുടങ്ങും. ആ ഒഴുകുന്ന ആ ഒരു ആ പൈപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് പെൻസ്റ്റോക്ക്. ഇവിടെ താണ്ട് ആ റെഡ് കളറിൽ ആരോ മാർക്ക് കൊടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഷട്ടർ തുറന്നു നല്ല ഫോഴ്സിൽ വെള്ളം അവിടെ ഒഴുകുകയാണ്, മൂവ് ചെയ്യുകയാണ്, മോഷനിലാണ് വെള്ളം. അപ്പോൾ അത് ഏത് എനർജി ആയിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി. നേരത്തെ ഇവിടെ ഇപ്പോൾ ഒഴുകാൻ തുടങ്ങിയപ്പം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു കൈനറ്റിക് എനർജി, നല്ല കൈനറ്റിക് എനർജി ഉള്ള വെള്ളം എവിടെ പോവും? ഇവിടെ കൊടുത്തേക്കുന്ന പെൻസ്റ്റോക്ക് വഴി ഒഴുകി ചെന്ന് എവിടെ പോവും? ജനറേറ്ററിൽ പോവും. ജനറേറ്ററിൽ ആരുണ്ട്? ടർബൈനുണ്ട്. ടർബൈൻ അവിടെ പടം കൊടുത്തേക്കുന്നുണ്ടോ? ടർബൈൻ. ആ പേരൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ടർബൈൻ. ജനറേറ്ററിലെ ടർബൈൻ ഈ അതിശക്തമായ കൈനറ്റിക് എനർജി ഉള്ള വെള്ളം വന്ന് വീഴുമ്പം എന്തെടുക്കും? അത് കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കറങ്ങാൻ തുടങ്ങുമ്പം അവിടെ ഏത് എനർജി ഉണ്ടായി? കൈനറ്റിക് എനർജി ഏതായിട്ട് മാറി? കറങ്ങുമ്പോൾ ഏത് എനർജി? മെക്കാനിക്കൽ എനർജി. ആദ്യം പൊട്ടൻഷ്യൽ എനർജി, പിന്നെ അത് കൈനറ്റിക് എനർജി, പിന്നെ ഇപ്പം മെക്കാനിക്കൽ എനർജി. ഈ എനർജി പിന്നെ എന്തായിട്ട് മാറും? കറങ്ങി പിന്നെ എന്തെടുക്കും? കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ഇലക്ട്രിക്കൽ എനർജി. നമ്മുടെ ട്രാൻസ്ഫോമറിലേക്കൊക്കെ കറണ്ട് കിട്ടും. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അത് നമ്മുടെ വീടുകളിലേക്കൊക്കെ ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡാമിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചോദിക്കുക. ഡാമിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പൊട്ടൻഷ്യൽ എനർജി, പിന്നെ കൈനറ്റിക് എനർജി, പിന്നെ മെക്കാനിക്കൽ എനർജി, പിന്നെ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ അല്ലേ? മാറിപ്പോവരുത് ഓർഡർ. ആദ്യം ഒന്നുകൂടെ പറയാം. ആദ്യം അവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നു നല്ല ഹൈറ്റിൽ. അവിടെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, പൊസിഷൻ മൂലമുള്ള എനർജിയാണ്. പിന്നെ ഒരു പെൻസ്റ്റോക്ക് വഴി അത് ഒഴുകുമ്പം കൈനറ്റിക് എനർജി. പിന്നെ എന്താണ്? പിന്നെ ജനറേറ്ററിൽ ടർബൈൻ കറങ്ങുന്നു. ഈ വെള്ളം വരുമ്പം ടർബൈൻ കറങ്ങുന്നു ആ ഫോഴ്സിൽ. അപ്പോൾ അവിടെ കറങ്ങുമ്പോൾ മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി പിന്നെ എന്തായിട്ട് മാറുന്നു? പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. കറണ്ട് പോകുമ്പോഴല്ലേ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ജനറേറ്റർ വഴി ഇലക്ട്രിക്കൽ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ അത് വെച്ചുകൊണ്ട് ഒരു കോളം ഫില്ല് ചെയ്യാനുണ്ട്. നോക്കിക്കേ, ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. ആദ്യം വാട്ടർ ഇൻ ദ ഡാമിൽ വെള്ളം നിൽക്കുമ്പം അവിടെയുള്ള എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം അവിടെ പൊസിഷൻ മൂലമുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അടുത്ത വെള്ളം ഒഴുകാൻ തുടങ്ങി. വാട്ടർ ഫ്ലോയിങ് ഡൗൺ. അപ്പം വെള്ളം ഏത് വഴി ഒഴുകുന്നത്? പെൻസ്റ്റോക്ക് വഴി. അതുവഴി ഒഴുകുമ്പം എന്താണ് അവിടുത്തെ എനർജി? ഒഴുകുന്നു, കൈനറ്റിക് എനർജി. പിന്നെ ഒരു പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടെന്ന് കൂടെ പഠിക്കുക. ഇവിടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വെൻ ദ ടർബൈൻ ഓഫ് ദി ജനറേറ്റർ റൊട്ടേറ്റ്. ടർബൈൻ കറങ്ങുമ്പം ഏത് എനർജിയാണ് ഉണ്ടാകുന്നത്? കറങ്ങുമ്പം മെക്കാനിക്കൽ എനർജി. ഏത് കറങ്ങുന്നത്? മോട്ടറാണെന്നേലും ഫാനാന്നേലും കറങ്ങുമ്പം ഏത് എനർജിയാണെന്ന് ആലോചിച്ചാൽ മതി. മെക്കാനിക്കൽ എനർജി. വെൻ ദ ജനറേറ്റർ വർക്ക്സ്. ജനറേറ്റർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഏത് എനർജിയാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രിക്കൽ എനർജി. പിന്നെ ചോദിച്ചേക്കുന്നത് വെൻ ദ ബൾബ് ഗ്ലോസ്. ബൾബ് കത്തുന്നു, ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ അവിടെ ഏത് എനർജിയാണ്? അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ലൈറ്റ് എനർജി. നമ്മളവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് എനർജി അല്ലേ. ഇതാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഏതാണ്?
പവർ എന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കി, പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അളവിനെയാണ് പറയുന്നത് പവർ എന്ന്. വർക്ക് എന്താണെന്ന് പഠിച്ചു. അപ്പം 1 സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് പവർ. ഓക്കെ, ഡെഫിനിഷൻ പറയുന്നത് പവർ ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ പവർ ഈസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1 യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്കിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പവറിന് സിമ്പിൾ ഒരു പോർഷനാണ് തന്നേക്കുന്നത്. ഡീറ്റെയിൽഡായിട്ടൊന്നും പവറിനെ പറ്റി പഠിക്കാനില്ല. പവർ ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ പവർ ഈസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ടത് പവറിൻ്റെ യൂണിറ്റ് ഇക്വേഷനാണ്. അപ്പം 1 സെക്കൻഡ് കൊണ്ട് അവിടെ സമയം പറയുന്നുണ്ട് ചെയ്യുന്ന വർക്കിൻ്റെ അളവാണ് പവർ. അപ്പം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇവിടുന്ന് പക്കായിട്ട് പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇവിടെ നമ്മൾ കുറേ ടേമും അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചു. എല്ലാം എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും 10ാം ക്ലാസ്സിലും അടുത്ത ചാപ്റ്ററിലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം ഉറപ്പിച്ച് പോവുക. അപ്പം നമുക്കിനി യൂണിറ്റ് കണ്ടുപിടിക്കാം. പവർ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ജൂള്. SI യൂണിറ്റാണ് ജൂള്. പിന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പം പവറിൻ്റെ യൂണിറ്റ് എങ്ങനെയായി മാറും? ജൂൾ പെർ സെക്കൻഡായിട്ട് മാറും. ഇവിടെ പെർ കൊടുത്തേക്കുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയതുകൊണ്ടാണ് ജൂൾ പെർ സെക്കൻഡ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് എന്തിൻ്റെ യൂണിറ്റാണ്? പവറിൻ്റെത്. പവറിനും ഒരു SI യൂണിറ്റ് ഉണ്ട്. നേരത്തെ വർക്കിനും എനർജിക്കും നമ്മളൊരു SI യൂണിറ്റ് പഠിച്ച കൂട്ട് പവറിനും ഒരു SI യൂണിറ്റ് ഉണ്ട്. അതാണ് വാട്ട്. ഈ വാട്ടെന്ന് പറയുന്ന SI യൂണിറ്റ് കൊടുക്കാൻ കാരണം ജെയിംസ് വാട്ട് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥമാണ്. അതുകൊണ്ട് നമുക്ക് പവറിൻ്റെ SI യൂണിറ്റ് എന്തായിട്ട് പറയാം? വാട്ട്. പിന്നെ ഈ ഒരു വാട്ടെന്ന് പറയുന്ന യൂണിറ്റ് കൊടുക്കുമ്പം അവിടെ നമ്മൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു സിമ്പൽ ഉണ്ടല്ലോ, ആ സിമ്പൽ ക്യാപിറ്റൽ W ആയിരിക്കണം. നേരത്തെ നമ്മൾ ജൂൾ പഠിച്ചപ്പം അവിടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്മരണാർത്ഥം ആയതുകൊണ്ട് ക്യാപിറ്റൽ J കൊടുത്തു. ഇവിടെ W കൊടുക്കുമ്പോഴും ക്യാപിറ്റൽ W കൊടുക്കണം. എവിടെ സയൻറ്റിസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് യൂണിറ്റ് കൊടുക്കുമ്പോഴും അവിടെ ക്യാപിറ്റലായിരിക്കണം കൊടുക്കുന്നത്. തെറ്റിച്ച് വേണേൽ തരാം ഓപ്ഷനിലൊക്കെ. ഓക്കെ, അപ്പം യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡും പവറിൻ്റെ SI യൂണിറ്റ് വാട്ടും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദ യൂണിറ്റ്സ് മെഗാവാട്ട് ആൻഡ് കിലോ വാട്ട് ആർ ആൾസോ യൂസ്ഡ് വൈൽ മെഷറിങ് ലാർജർ വാല്യൂസ്. വലിയ രീതിയിലുള്ള പവർ നമ്മൾ അളക്കുമ്പം നമ്മളവിടെ കിലോ വാട്ടും മെഗാവാട്ടും ഉപയോഗിക്കാറുണ്ട്. വലിയ ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ മെഗാവാട്ടും കിലോ വാട്ടും പവറിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ പറയാറുണ്ട്. അതും അവിടെ ഓർത്തിരിക്കുക. മെഗാവാട്ട്, കിലോ വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, ഇതെല്ലാം പവറിൻ്റെ തന്നെ യൂണിറ്റുകളാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ, എന്താണ് 1 കിലോ വാട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻³ വാട്ടാണ്. അപ്പം 1 കിലോ വാട്ട് ഈസ് ഇക്വൽ ടു ഡാഷ് വാട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10⁻³ വാട്ട്. അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം? 10⁻³ അല്ലേ? അപ്പോൾ 1 ഇട്ടിട്ട് 3 0, അത് എത്രയാണ്? 1000 വാട്ട്. പിന്നെ ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോ വാട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻6 വാട്ടിന് തുല്യമാണ്. അപ്പം 1 ഇട്ടിട്ട് 6 പൂജ്യങ്ങൾ ഇട്ടാൽ മതി. അതാണ് 10⁻6 വാട്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളുടെ വാഹനങ്ങളിലും മോട്ടോറുകളിലും ഒക്കെ നമ്മൾ അവിടെ പറയുന്ന പവർ എന്ന് പറയുമ്പോൾ ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ ഇവിടെ പെട്രോൾ പമ്പിലും പിന്നെ അവിടെ നമ്മുടെ മോട്ടറിലും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, HP എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദ പവർ ഓഫ് വെഹിക്കിൾസ് ആൻഡ് മോട്ടോഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഹോഴ്സ് പവർ ആൾസോ. അപ്പം മോട്ടറിലും വെഹിക്കിളിലും ഒക്കെ പവറിനെ നമ്മൾ എങ്ങനെയും സൂചിപ്പിക്കാറുണ്ട് ഹോഴ്സ് പവർ, കുതിരശക്തി കേട്ടോ, ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ HP, ക്യാപിറ്റൽ H ക്യാപിറ്റൽ P. ഒരു ഹോഴ്സ് പവർ എത്രയാണെന്ന് അവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഒന്നുമില്ല, 746 വാട്ട്. ഓക്കെ അല്ലേ? ഒരു ഹോഴ്സ് പവർ എത്രയാണ്? 746 വാട്ട്. നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. നോക്കി, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഈഫ് 15 കിലോ ജൂൾ വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? പവർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? വർക്കും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം
പവർ ഈസ് ഇക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് 15 കിലോ ജൂളും ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡുമാണ്. അപ്പോൾ നമ്മൾ ചാടിത്തുള്ളി ആൻസർ ചെയ്യാൻ പോകരുത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? 15 കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പം അത് ജൂളിലാക്കിയായിരിക്കണം ചെയ്യേണ്ടത്. അത് ജൂളിലാക്കാൻ വേണ്ടി നമുക്ക് 15 ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പോൾ 15 ഇൻറ്റു 1000 15,000 ആവും. അപ്പോൾ 15,000 ജൂളെന്ന് നമുക്ക് വർക്ക് കിട്ടും. അത് വെച്ചിട്ടായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം എഴുതാത്തത്, ഇവിടെ ഈ എല്ലാം എഴുതാനുള്ള ഒരു ലിമിറ്റ് കൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം എഴുതുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. വർക്ക് എന്ന് പറയുമ്പം വർക്കല്ല, പവർ എന്ന് പറയുമ്പം പവർ ഈസ് ഇക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ വർക്ക് നമുക്ക് കിട്ടി 15,000, 15 ഇടരുത്, 15,000 ജൂളെന്ന് നമുക്ക് കിട്ടി. അതേ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 20 സെക്കൻഡ്. അപ്പം ഇത് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ ഈ പൂജ്യവും നമുക്ക് ക്യാൻസലാക്കാം. പിന്നെന്താണ്? ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 750 വാട്ട്, ക്യാപിറ്റൽ W വാട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? സിമ്പിൾ കണക്കല്ലായിരുന്നു. ഈ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വർക്ക് ആൻഡ് എനർജി ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഈ ഒരു ചാപ്റ്ററിലൂടെ ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാണ്, കൺസെപ്റ്റുകളും ഇക്വേഷൻസും യൂണിറ്റ്സുകളും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് പോയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൺസെപ്റ്റും ഇക്വേഷൻസും യൂണിറ്റുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വർക്കുകൾ ചെയ്യണം. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറിയും ക്വസ്റ്റ്യൻസും. ഇങ്ങനെ മാത്സ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് രണ്ടും പരീക്ഷയ്ക്ക് തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.